പ്രിയരെ, സീറോ മലബാർ സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന ഗവേഷണ പ്രബന്ധം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. റോമിലെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹോളി ക്രോസ് ആണ് സീറോ മലബാർ സഭയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്ന സംഭവങ്ങളെക്കുറിച്ച് സർവേ നടത്തുകയും പഠനം നടത്തുകയും ചെയ്തത്. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കൂപ്പുകൂത്തുന്ന സീറോ മലബാർ സഭ ആഗോള കത്തോലിക്ക സഭയിലെ തന്നെ ഒരു കേസ് സ്റ്റഡിയായി മാറുകയാണ്. ഒരു സഭയും അതിലെ മെത്രാന്മാരും എങ്ങനെ ആയിരിക്കരുത് എന്ന് പഠിക്കാൻ സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പഠന വിഷയമാവുകയാണ്. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹോളി ക്രോസിലെ പ്രൊഫസർ ജുവാൻ നർബോണയുടെ നേതൃത്വത്തിലാണ് പഠനം നടന്നത്. യൂണിവേഴ്സിറ്റിയിലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസറായ ജുവാൻ നർബോണ സ്ഥാപനങ്ങളുടെ വിശ്വാസവും വിശ്വാസ്യതയും സംബന്ധിച്ച പഠന മേഖലയിൽ വത്തിക്കാനിലെ ആധികാരിക ശബ്ദങ്ങളിൽ ഒന്നാണ്. നിബിൻ തോമസ് എന്ന PhD വിദ്യാർത്ഥിയാണ് സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഈ പ്രബന്ധം അവതരിപ്പിച്ചത്. ദ ക്ലൈമറ്റ് ഓഫ് മിസ്ട്രസ്റ്റ് ഇൻ സീറോ മലബാർ ചർച്ച് എന്ന വിഷയമാണ് പഠനത്തിന് വിധേയമാക്കിയത്. സീറോ മലബാർ സഭയിലെ വിശ്വാസ നഷ്ടമുളവാക്കിയ കാലാവസ്ഥയുടെ ആഘാതം എന്താണ്? 5332 മതാധ്യാപകരുടെ ഇടയിൽ നടത്തിയ സ്വതന്ത്ര സർവേയാണ് പഠനത്തിന് ആധാരം. ഇതിൽ 767 സന്യാസിനിമാരും 14 വൈദികരും 156 സെമിനാരി വിദ്യാർത്ഥികളും ഉൾപ്പെടും. പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ സഭാധികാരികളുടെ കഴിവില്ലായ്മ ഈ വിശ്വാസികൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥയും അവിശ്വാസവും ഉളവാക്കിയത് എങ്ങനെയാണെന്ന് ഗവേഷണം അടിസ്ഥാനപരമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ ചോർച്ചയിലേക്ക് വിശ്വാസികളെ തള്ളിവിട്ടു. ലൈംഗിക പീഡനങ്ങൾ, അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ തുടങ്ങിയവയെല്ലാം സീറോ മലബാർ സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്ന് സർവേയിൽ പങ്കെടുത്ത 83.8% പേരും അഭിപ്രായപ്പെട്ടു. സഭാ നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട സർവേയാണത്. ഫ്രാങ്കോ കേസും കർദിനാൾ ആലഞ്ചേരിയുടെ ഭൂമി കച്ചവടവും എല്ലാം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല എന്ന തുറന്നു പറച്ചിലാണിത്. സഭാ നേതൃത്വത്തിന്റെ വീൺവാക്കുകളും മെത്രാൻ അനുകൂലികളുടെ വെളുപ്പിക്കൽ വിശദീകരണങ്ങളും വിശ്വാസികളിൽ 15% പേര് പോലും സ്വീകരിച്ചിട്ടില്ല. ഈ സഭാ നേതൃത്വത്തിന്റെ ചെയ്തികളിൽ അമർഷം പൂണ്ടു നിൽക്കുന്നവരാണ് വിശ്വാസികളിൽ 83.8% എന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. 77% ആളുകളും സഭയുമായുള്ള വ്യക്തിപരമായ അടുപ്പം നഷ്ടപ്പെട്ടതായോ നഷ്ടപ്പെടുത്തിയതായോ അഭിപ്രായപ്പെട്ടു. കുറ്റവാളികളെ സംരക്ഷിക്കാനും കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനും അധികാരികൾ ശ്രമിച്ചുവെന്ന് പ്രതികരിച്ചവരിൽ 73.4% പേർ വിശ്വസിക്കുന്നതിൽ അതിശയിക്കാനില്ല. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നേതൃത്വത്തിന്റെ വൃഥാശ്രമങ്ങൾ സത്യവും നീതിയും പുലരുമെന്ന പ്രതീക്ഷകളുടെ മേലുള്ള വഞ്ചനയായി വ്യാഖ്യാനിക്കപ്പെട്ടു. സ്ഥാപനപരമായ ആശയവിനിമയം തന്നെ അപര്യാപ്തമാണ്. പ്രതികരിച്ചവരിൽ 65% പേരും പ്രതിസന്ധികളിൽ സഭ ഉപയോഗിച്ച വിശദീകരണങ്ങളുടെയും വിവരണങ്ങളുടെയും രീതികളോട് വിയോജിക്കുന്നുണ്ട്. സീറോ മലബാർ മെത്രാന്മാർ ലജ്ജിച്ച് തല താഴ്ത്തണം. നിങ്ങളിൽ ചിലരുടെ പിടിവാശികളും ധാർഷ്ട്യവും നിർബന്ധ ബുദ്ധിയും വൈരാഗ്യബുദ്ധിയുമെല്ലാം നിശബ്ദമായി പിന്തുണച്ച സത്യസന്ധത നടിക്കുന്ന കുറെ ബിഷപ്പുമാരുണ്ടല്ലോ. നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾ നശിപ്പിച്ചത് ഈ സീറോ മലബാർ സഭ നൂറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ പൈതൃകവും സൽപ്പേരും ധാർമ്മികതയും പ്രൗഢിയുമാണ്. ഒരു കാലത്ത് ഈ സഭയുടെ ഡൈനാമിസവും വിശ്വാസ തീഷ്ണതയുമാണ് ലോകമെമ്പാടും ചർച്ചയായിരുന്നതെങ്കിൽ ഇന്ന് ഈ സഭാ നേതൃത്വത്തിന്റെ വൃത്തികേടുകളും കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും സത്യസന്ധതയില്ലായ്മയും ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. വിശ്വാസികളുടെ പ്രതീക്ഷകൾ നശിക്കുകയാണ്. ആത്മവിശ്വാസം ഇല്ലാതാവുകയാണ്. സഭയിലും സമൂഹത്തിലും യാതൊരു വിലയുമില്ലാത്ത ഒരു ഗണമായി സീറോ മലബാർ ബിഷപ്പുമാർ അധപ്പതിക്കുകയാണ്. തന്നിഷ്ടവും താന്തോന്നിത്തവും കൈമുതലാക്കിയ ബിഷപ്പുമാർ സർവനാശത്തിന്റെ പടുകുഴിയിലേക്ക് നിബദിക്കും വരെ ക്രൈസ്തവികത എന്തെന്ന് തിരിച്ചറിയുമെന്ന് കരുതാനാവില്ല. എങ്കിലും ഇത് കർത്താവിന്റെ സഭയാണെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാം. നന്ദി.